നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഗോപൻ സ്വാമി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായിട്ട് മഹാസമാധിയായിട്ട് ഏതാണ്ട് 2 ആഴ്ച, സമാധിയായിട്ട് 1 മാസം കൂടുതലായി. അതിനുശേഷം മഹാസമാധിയിലേക്ക് കൊണ്ടുപോയി. അതായത് സമാധിയാവുന്നു, അതിനുശേഷം മരണകാരണം എങ്ങനെയെന്ന് അറിയില്ല, എങ്ങനെ മരിച്ചു എന്നറിയാൻ വേണ്ടിയ പ്രശ്നങ്ങൾ നടക്കുന്നു, സമാധി പൊളിക്കുന്നു. ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, ഗോപൻ സ്വാമിയെ എന്ത് ചെയ്തു, പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്ന് അവർ മഹാസമാധിയായിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് മുനി വരിയന്മാരൊക്കെ വന്നു എന്ത് ചെയ്തു, മഹാസമാധിയിലേക്ക് ഇരുത്തുന്നു. അങ്ങനെ അവസാനം ഇപ്പൊ എന്ത് സംഭവിച്ചു, ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പലതും നമുക്ക് ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളാണ്. ഇത് ഒരു കൊലപാതകമാണോ, അറിഞ്ഞുകൊണ്ട് ഒന്നതാണോ എന്നൊക്കെ സംശയിച്ചു പോകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഹൃദയധമനികളിൽ 75% ബ്ലോക്കാണ്. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളുണ്ട്. രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് രാസപരിശോധനാ ഫലവും കൂടി വന്നാൽ മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്നതാണ്. അതായത് മുഖത്തും മൂക്കിലും തലയിലും ചതവുകളുണ്ട്, ചതഞ്ഞ പാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. മുഖത്ത്, മൂക്കില്, തലയില്. അതെങ്ങനെ വന്നു എന്നറിയത്തില്ല. അതുമല്ല, ഹൃദയധമനികളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പുള്ളിക്ക് ഹൃദയധമനികളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട്. ഇനി രാസഫലം കൂടി വന്നാൽ മാത്രമേ ഇതിന്റെ മെയിൻ കൃത്യമായിട്ട് എന്താണെന്ന് അറിയാൻ സാധിക്കൂ. ബാക്കി കൂടി കേൾക്കാം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, ഹൃദയധമനികളിൽ 75% ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ്. ഈ പറഞ്ഞ ലിവർ സിറോസ് ഉണ്ട്, വൃക്കുകളിൽ സിസ്റ്റ്, ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊന്നും മരണകാരണം എന്താണ്? ലിവർ സിറോസിസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ലിവറൊക്കെ അടിച്ച് മിക്കവാറും ഈ വെള്ളം അടിച്ച് ഫിറ്റായി കിടക്കണമാർക്കാണ് ഇതുപോലെ ലിവർ സിറോസിസ് വരാനുള്ളത്. അല്ലാതെയും വരുമായിരിക്കാം, എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്നാലും ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഗോപൻ സ്വാമി മുമ്പ് ഭയങ്കര മദ്യപാനി ആയിരുന്നു എന്നറിയാം. അതോ ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും ലിവർ സിറോസിസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. കൃത്യമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വ്യക്തമാവുന്നുമില്ല. ഉമേഷ്, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. പക്ഷേ ഈ 75% ഹൃദയധമനികളിലെ 75% ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പുറത്തുള്ള, അതായത് മറ്റു വിഷാംശങ്ങളോ മറ്റോ ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷെ മരണകാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്, ലിവർ സിറോസിസ്, വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒപ്പം കാലിൽ അൾസർ, മുഖത്തും തലയിലും 4 ചതവുകളുണ്ട്. പക്ഷേ ഈ 4 ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. അത് ഈ 4 ചതവുകളും മരണകാരണമാകാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയൂ. ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിട്ടതാണ്. അതിൽ അപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തു വന്നപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. മരണകാരണം കൃത്യമായി കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അസ്വാഭാവിക മരണത്തിന്റെ തെളിവുകളും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അസ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ എന്ന് തെളിയിക്കണമെങ്കിൽ ഇനി രാസപരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട്. ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഹാഷ്മി, മരണകാരണം അവർ പറയുന്നത് മനസ്സിലായ മരണകാരണം വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ പുള്ളി മരിച്ചതെന്ന് അറിയാൻ പാടുള്ളൂ. പക്ഷെ ഈ പറയുന്ന 4 ചതവുകൾ, മൂക്കിലും മുഖത്തും ഈ പറയുന്ന തലയിലുമായിട്ടുള്ള ചതവുകൾ ഒരു മരണത്തിന് വേണ്ടിയിട്ട് നയിക്കാനുള്ള കാരണങ്ങളല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത്. ചതവുണ്ട്, പക്ഷെ ആ ചതവ് എങ്ങനെ വന്നു എന്നുള്ളത് അറിയത്തില്ല. അതുപോലെ പുള്ളിക്ക് ലിവർ സിറോസിസ് പോലുള്ള മാരകമായ അസുഖങ്ങൾ, അൾസർ, അങ്ങനെ ഈ പുള്ളിക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല എന്നാ പറഞ്ഞത്. അത്രയ്ക്ക് അമ്മാതിരിയുള്ള അസുഖങ്ങൾ ഈ പുള്ളിക്കുണ്ട്. അതിനോടൊപ്പം ഈ പുള്ളി മരണപ്പെട്ടത് മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഉള്ളിൽ ചെന്നത് കൊണ്ടാണോ എന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ രാസപരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്ന അതിന്റെ ഫലം വന്നാൽ മാത്രമേ ഈ പുള്ളിയുടെ കൃത്യമായിട്ടുള്ള മരണകാരണം അറിയാൻ സാധിക്കൂ എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്.